ഹായ് മക്കളെ, എല്ലാവർക്കും അസ്ത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ലാൻഡ് ഗ്രാൻസ് ആൻഡ് ദി ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ നോട്ട്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ 5ാം പാഠം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് നോട്ട്സ് കൂടി കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. എല്ലാവരും കയറിയിട്ട് എല്ലാ ക്ലാസ്സും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോട്ട്സിലേക്ക് പോവാം, സമയമൊന്നും കളയണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ലാൻഡ് ഗ്രാൻറ്റ്. ലാൻഡ് ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ട്രാൻസ്ഫർ ഓഫ് സം ഓഫ് ദ ലാൻഡ് ഇൻ ദ കിങ്സ് പൊസഷൻ ടു ദ ബ്രാഹ്മിൻസ് അലോങ് വിത്ത് സ്പെഷ്യൽ റൈറ്റ്സ്. ദിസ് ഈസ് നോൺ ആസ് ലാൻഡ് ഗ്രാൻറ്റ്സ്. അതായത് രാജാവിൻ്റെ കൈവശമുള്ള കുറച്ച് ഭൂമി പ്രത്യേക അവകാശങ്ങളോടുകൂടി ബ്രാഹ്മണർക്ക് കൈമാറുക. ഇതിനെ നമ്മൾ ലാൻഡ് ഗ്രാൻറ്റ് എന്ന് പറയാം. പക്ഷേ നമ്മൾ പിന്നീടാകുമ്പോഴത്തേക്ക് ബ്രാഹ്മണർക്ക് മാത്രമല്ല മറ്റു വിഭാഗത്തിനും ലാൻഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ്. നോക്കിയേ, ആഫ്റ്റർ ദ ഫാൾ ഓഫ് ദ മൗര്യാസ് സെവറൽ ഡൈനാസിസ് കെയിം ടു പവർ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ലൊക്കേറ്റ് ദം ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞൊരു ചോദ്യം നമുക്ക് അവിടെ ഒരു മാപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. 1 ചോള, 2 സദ്വാഹനാസ്, നെക്സ്റ്റ് വഗാഡകാസ്, കുഷാനാസ്, പാണ്ഡ്യാസ്, ചേരാസ്, ഷാഗാസ്, ഗുപ്താസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ കാലഘട്ടത്തിൽ, അതായത് മൗര്യരാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അധികാരത്തിൽ വന്ന രാജവംശങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യം 1 വേർഡൊക്കെ ചോദിക്കാൻ പറ്റും. എന്താണ്, ആരാണ് ലാൻഡ് ഗ്രാൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ നോക്കുക, സദ്വാഹനാസ് ഹു റൂൾഡ് ദ ഡെക്കാൻ റീജിയൻ started the practice of giving land grants to please the Brahmins who were dominant in the society. അതായത് സമൂഹത്തിൽ അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്നത് ആരായിരുന്നു? ബ്രാഹ്മണരായിരുന്നു. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് സദ്വാഹന രാജാക്കന്മാരാണ് ആദ്യമായിട്ട് ലാൻഡ് ഗ്രാൻറ്റ്സ് ആരംഭിക്കുന്നത്. ഓക്കെ, ദി സിസ്റ്റം ബിക്കേം വൈഡ് സ്പ്രെഡ് അണ്ടർ ദ ഗുപ്താസ് who came to power in പാടലിപുത്ര by the beginning of the 4th century CE. അതായത് ഈ 4ാം നൂറ്റാണ്ടിലാണ് പാടലിപുത്രം കേന്ദ്രമാക്കിയിട്ട് അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ എന്തായി, ഈ പറഞ്ഞ ലാൻഡ് ഗ്രാൻറ്റ് സിസ്റ്റം വിപുലമായിട്ട് മാറി. ഓക്കെ, നോക്കുക, നെക്സ്റ്റ് ഡിഫറൻസസ് ഇൻ ലാൻഡ് ഗ്രാൻറ്റ്സ് ആണ്. ഭൂമിദാനത്തിലെ വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് സദ്വാഹനസിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലും ഇവ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് നോക്കിയാ. ഫസ്റ്റ്, ദ സദ്വാഹനാസ് റൈറ്റ് ടു ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് ഓൺലി വാസ് ഗിവൺ. റൈറ്റ് ടു ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് ഓൺലി വാസ് ഗിവൺ മീൻസ് എന്താണ്, ഭൂമിയിലെ വിഭവങ്ങൾക്ക് മാത്രം ആണ് ലാൻഡ് ഗ്രാൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഗുപ്താസിൻ്റെ കാലഘട്ടത്തിലോ അലോങ് വിത്ത് ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് റൈറ്റ്സ് ഓവർ ദ പീപ്പിൾ ലിവിങ് ദർ ഓൾസോ വെർ ട്രാൻസ്ഫേർഡ്. അതായത് ഭൂമിയിലെ ഈ വിഭവങ്ങളോടൊപ്പം തന്നെ അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരവും ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഈ ലാൻഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. Then next question, characteristics of the Indian feudalism that came into existence during the Gupta period. അതായത് ഗുപ്ത കാലഘട്ടത്തിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ സാമന്ത വ്യവസ്ഥ എന്നും അതുപോലെ തന്നെ ഫ്യൂഡലിസം എന്നുമാണ് അതിനെ വിശേഷിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുത്ത സമയത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ്, വിത്ത് വൈഡ് സ്പ്രെഡ് പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻറ്റ്സ് എ പവർഫുൾ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് വിത്ത് ഇമ്മൻസ് വെൽത്ത് ആൻഡ് ഇൻഫ്ലുവൻസ് വാസ് ഫോംഡ് ഇൻ ദ സൊസൈറ്റി. അതായത് ഭൂമിദാനം എന്തായി, വൈഡ് സ്പ്രെഡായി അല്ലേ, വ്യാപകമായി. അതേ സമയത്ത് സമൂഹത്തിൽ വളരെ സമ്പത്തും അതുപോലെ തന്നെ സ്വാധീനമുള്ള ഒരു ഭൂവുടമകളുടെ ഒരു വിഭാഗം അവിടെ രൂപം കൊണ്ടു. നെക്സ്റ്റ്, ദോസ് ഹു വർക്ക്ഡ് ഓൺ ദ ലാൻഡ് ബിക്കേം റൈറ്റ്ലെസ് ഡിപ്പെൻഡൻസ് ഓഫ് ദി ലാൻഡ് ലോർഡ്സ്. അതായത് ഭൂമിയിൽ പണിയെടുക്കുന്നവർ ഒരു അവകാശങ്ങളും ഇല്ലാതെ അവിടെ ഭൂവുടമകളുടെ ആശ്രിതരായിട്ട് കഴിയേണ്ടി വന്നു. ദ ഫാമേഴ്സ്, ദ അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആൻഡ് ദ സ്ലേവ്സ് ആർ ബൗണ്ട് ടു ദി ലാൻഡ്. ആരൊക്കെയാണ് നോക്കുക, കർഷകരും അതുപോലെ അടിമകളും ഒക്കെ ഭൂമിയിൽ ബൗണ്ടായി മീൻസ് അവിടെ ബന്ധിക്കപ്പെട്ട അവസ്ഥയായി. ദെൻ നെക്സ്റ്റ്, they lived and died in the same soil where they were born. അവരൊരേ മണ്ണിൽ ജനിക്കും, അവിടെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. They labored through their life for their masters. In addition to taxes, these people from the lower stratum of the society had to പ്രൊവൈഡ് ഫ്രീ സർവീസ് ടു ദ അപ്പർ സ്ട്രാറ്റം. അതായത് അവർ പണിയെടുക്കുന്നത് കൂടാതെ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിൽ താഴെത്തട്ടിലുള്ളവർ ഈ മേലെത്തട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് സേവനങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യവസ്ഥയാണ് ഇന്ത്യൻ ഫ്യൂഡൽ. ദിസ് സിസ്റ്റം ഹാഡ് ബീൻ കോൾഡ് ഇന്ത്യൻ ഫ്യൂഡലിസം. ഇതിനെയാണ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് വിളിച്ചിട്ടുള്ളത് ഗുപ്ത കാലഘട്ടത്തിൽ. ഓക്കെ,
ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ. അതായത് കൃഷിയുടെ വ്യാപനത്തിന് സഹായിച്ച ഘടകങ്ങൾ. ഇത് ഗുപ്ത കാലഘട്ടത്തിലെ കൃഷിയുടെ വ്യാപനത്തിന് സഹായിച്ച പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈവൻ ദ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് വെർ മെയ്ഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അതായത് കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങളൊക്കെ എന്തായി, കൃഷിക്ക് ഉപയോഗപ്രദമാക്കി മാറ്റി. ദെൻ നെക്സ്റ്റ്, ദി ന്യൂ സോഷ്യൽ സിസ്റ്റം പ്രൊവൈഡഡ് സഫീഷ്യൻറ്റ് ലേബർ ഫോഴ്സ് ഫോർ അഗ്രികൾച്ചർ. അതായത് എന്താണ്, പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തിയൊക്കെ പ്രദാനം ചെയ്തു എന്ന് പറയുന്നു. ദെൻ ദ നോളജ് ഓഫ് ബ്രാഹ്മിൻസ് അബൌട്ട് അഗ്രികൾച്ചറൽ ടെക്നോളജി ആൻഡ് ക്ലൈമറ്റ്. അതായത് ബ്രാഹ്മണർക്ക് എന്താണ്, ഈ കൃഷിയുടെ സാങ്കേതിക വിദ്യയെയും അതേപോലെ തന്നെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരുന്നു, അത് ഇതിന് ഗുണം ചെയ്തിട്ടുണ്ട്. ദെൻ ഡിഫറെൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ. ഇത്രയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡ്യൂറിങ് ദി ഗുപ്ത പീരീഡ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുകൊണ്ട് അതിന് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ് കനാൽസ് ആണ്, നെക്സ്റ്റ് ടാങ്ക് വാട്ടർ റിസർവിയേഴ്സ്, ദെൻ റെയിൻ വാട്ടർ, അടുത്തത് ഗതിയന്ത്ര ഓർ അരഗട്ട. ഓക്കെ, ദെൻ ഡാംസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്ലാസ്സിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ 5 എണ്ണമുള്ള ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ്. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് റിസൾട്ടഡ് ഫ്രം ലാൻഡ് ഗ്രാൻസ് ലെഡ് ടു ദി ഗ്രോത്ത് ഓഫ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അതായത് ഭൂമിദാനത്തിൻ്റെ ഫലമായിട്ട് പിന്നെ ഒരുപാട് കൃഷിഭൂമികൾ ഉണ്ടാവുന്നു. അപ്പോൾ കൃഷിയുടെ വ്യാപനം കൂടി, അതെന്താണ്, കാർഷികേതര പ്രവർത്തനങ്ങളിലേക്ക് വഴിതെളിച്ചു. ഓക്കെ, ദെൻ പീപ്പിൾ ടുക്ക് ടു ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഇൻ ഓർഡർ ടു മേക്ക് എ ലിവിങ്. അതായത് ജനങ്ങൾ എന്താണ്, പിന്നെ അവരുടെ ജീവിതമാർഗമായിട്ട് വിവിധതരം കൈത്തൊഴിലുകളെ സ്വീകരിച്ചു. ദെൻ ദ ലിറ്റററി വർക്ക്സ് ആൻഡ് ആർട്ടിഫാക്ട്സ് ഓഫ് ദിസ് പീരീഡ് ഗിവ് us ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ക്രാഫ്റ്റ്സ് ഓഫ് ദാറ്റ് പീരീഡ്. അതായത് ആ കാലഘട്ടത്തിലെ കൈത്തൊഴിലുകളെ കുറിച്ച് നമുക്ക് വിവരം കിട്ടുന്നത് പിന്നെ സാഹിത്യകൃതികളിൽ നിന്ന്, അക്കാലത്തെ സാഹിത്യകൃതികളിൽ നിന്നും അതുപോലെ തന്നെ പുരാവസ്തുക്കളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ കൈത്തൊഴിലിനെയും അല്ലെങ്കിൽ ക്രാഫ്റ്റ്സിനെയും ട്രേഡിനെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയുന്ന പോയിന്റ്സ് ഇതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു കോളം ഉണ്ട്. അപ്പം നെക്സ്റ്റ് പേജിലേക്ക് വരിക, നമുക്ക് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ കണ്ടെത്തിയ ആർട്ടിഫാക്ട്സ് ആണ് ഈ നമ്മൾ കാണുന്നത്. അതായത് പിന്നെ പുരാവസ്തുക്കളാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് മൺപാത്രങ്ങളാണ് അല്ലെ, ഏർത്തൺ പോട്ട്സ്. അപ്പോൾ ക്രാഫ്റ്റ്സ് എന്താണ്, മൺപാത്ര നിർമ്മാണം. ഓക്കെ, പോട്ടറി മേക്കിംഗ് ആണ്. ദെൻ ജ്വല്ലറി മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺസ്, അത് ജ്വല്ലറി മേക്കിംഗ് ആണ്. നെക്സ്റ്റ് മുത്തുകൾ, പേൾസ് ആണ്, ബീഡ് മേക്കിംഗ് എന്നും അല്ലെങ്കിൽ പേൾ സ്ട്രിങ്ങിങ് എന്ന് പറയാം. ഗ്ലാസ് വെയർ, നെക്സ്റ്റ് ചില്ല് കൊണ്ടുള്ള വസ്തുക്കളാണ്, അപ്പോൾ അത് ഗ്ലാസ് മേക്കിംഗ്. ദെൻ സിൽക്ക്, കോട്ടൺ, ടെക്സ്റ്റൈൽസ് അല്ലേ, എന്താണ്, പട്ട്, പരുത്തി വസ്ത്രങ്ങൾ. ഓക്കെ, അപ്പോൾ ഡ്രസ് മേക്കിങ്ങും അല്ലെങ്കിൽ വീവിങ്. ഓക്കെ, ദെൻ സ്കൾപ്ചേഴ്സ് ഇൻ ഐവറി, അപ്പോൾ അത് കാർവിംഗ് എന്നും പറയാം, നമുക്ക് സ്കൾപ്ചർ എന്നും പറയാം ആ ക്രാഫ്റ്റിനെ. ഓക്കെ, ഇതാണ് പിന്നെ ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയ പുരാവസ്തുക്കളും അത് ബേസ് ചെയ്തിട്ടുള്ള തൊഴിലുകളുടെ പേരും. ഓക്കെ, നെക്സ്റ്റ് ശ്രേണീസ്. എന്താണ് ശ്രേണീസ് എന്ന് പറഞ്ഞാൽ നോക്കുക. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ സെയിം ക്രാഫ്റ്റ് ഗ്രാജുവലി ഫോംഡ് അസോസിയേഷൻസ്, ദീസ് കെയിം ടു ബി കോൾഡ് ഗിൽഡ് ഓർ ശ്രേണീസ്. അതായത് പിന്നെ വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഇവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, ഗവൺമെന്റ്സ് റാറ്റിഫൈഡ് ദ ശ്രേണീസ്, മെമ്പേഴ്സ് ഓഫ് എ ശ്രേണി ഹാഡ് അബൈഡ് ബൈ ഇറ്റ്സ് റൂൾസ്. അതായത് പിന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം ശ്രേണികൾക്ക് അംഗീകാരം നൽകി, അതുപോലെ തന്നെ ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടിയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശ്രേണീസിനെ കുറിച്ച് പറയാൻ. അപ്പോൾ ഈ പിന്നെ ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ക്രാഫ്റ്റ്സിൻ്റെ ആരംഭം, ജനങ്ങൾ ക്രാഫ്റ്റ്സിലേക്ക് പോയത്, ഏതൊക്കെ ക്രാഫ്റ്റ്സ് ആണ് അവർ ചെയ്തത്, പിന്നെ ശ്രേണീസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്, വ്യാപാരവും വാണിജ്യവും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കുക, ഗുപ്ത കാലഘട്ടത്തിലെ വ്യാപാരത്തെക്കുറിച്ചും വാണിജ്യത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റായിട്ട് പിന്നെ ഇന്റേണൽ ട്രേഡ് ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് ഗുപ്ത റൂൾ. അതായത് ആഭ്യന്തര വാണിജ്യം ഗുപ്ത കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ വിപുലമായിരുന്നു എന്ന് പറയാം. ഓക്കെ, ദ പ്രൊഡക്ട്സ് മെയ്ഡ് ബൈ ദ സ്കിൽഡ് ക്രാഫ്റ്റ്സ്മാൻ വർ ദ ചീഫ് ഐറ്റം ഓഫ് ദ ട്രേഡ്. അതായത് കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് പിന്നെ വ്യാപാരത്തിലെ മുഖ്യ ഇനങ്ങളായിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റൈൽ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രേഡഡ് പ്രൊഡക്റ്റ്. ഏറ്റവും കൂടുതൽ വ്യാപാരത്തിൽ ഉപയോഗിച്ച വ്യാപാരം നടന്നതെന്ന് പറയുന്നത് അതിലൊന്നാണ് എന്ത്, വസ്ത്രം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റൈൽസ്
ഏതൊക്കെയാണത്? മസ്ലിൻ, കാലിക്കോ, ലിനൻ, വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് വൻതോതിൽ നിർമ്മിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ദ ഗുപ്താസ് ഹാഡ് എക്സ്റ്റേണൽ ട്രേഡ് ലിങ്ക്സ് വിത്ത് വെസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഏഷ്യ ആൻഡ് റോം. അതായത് പശ്ചിമേഷ്യയും മധ്യേഷ്യയും ദക്ഷിണപൂർവേഷ്യയും റോമോ എന്നിവിടങ്ങളിലായിട്ട് ഗുപ്തന്മാർക്ക് എന്തുണ്ടായിരുന്നു? വിദേശ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ദ ന്യൂ ട്രേഡ് റൂട്ട്സ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. അപ്പം പുതിയ വ്യാപാര പാതകൾ ഈ കാലഘട്ടത്തിലാണ് വികസിച്ചു വന്നത്. ദെൻ ഗോൾഡ്, സിൽവർ ആൻഡ് കോപ്പർ കോയിൻസ് ഓഫ് ഹൈ ക്വാളിറ്റി വർ മിൻറ്റഡ്. അതായത് സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയം, അതുപോലെ ചെമ്പ് നാണയങ്ങളും ആ കാലഘട്ടത്തിൽ പുറത്തിറക്കി. ദെൻ പ്രൊമിനൻറ്റ് ട്രേഡേഴ്സ് നോൺ ആസ് നഗരശ്രേഷ്ഠൻ ആൻഡ് സാർത്തവാഹ. അതായത് ആ കാലഘട്ടത്തിലെ പ്രമുഖരായ വ്യാപാര പ്രമുഖർക്ക് പറയുന്ന പേരാണെന്ത്? നഗരശ്രേഷ്ഠിയും സാർത്തവാഹയും. ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്താണ് ഭരണത്തിലും പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ദേ had their role in the government. Then Vaishali, Padaliputra, Kanauj, Shravasti, Kaushambi, Ujjaini and Madura were the important trade centers. Okay, important centers ആണ്. ഏതൊക്കെയായിരുന്നു? വൈശാലിയും പാടലിപുത്ര, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര were the important centers of trade. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വ്യാപാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 51 ഒരു മാപ്പോ അതിലൊരു ക്വസ്റ്റ്യനും ഉണ്ട്. ഫൈൻഡ് ഔട്ട് ഇൻ വിച്ച് പ്രസൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആർ ദ ഗുപ്ത സിറ്റീസ് മാർക്ക്ഡ് ഇൻ ദ എബോവ് മാപ്പ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ആ മാർക്ക് ചെയ്ത ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗുപ്തകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നാണ് നോക്കുന്നത്. ഒന്ന് ഉജ്ജയിനി മധ്യപ്രദേശിലാണ്, ശ്രാവസ്തി ഉത്തർപ്രദേശ്, ഖനൗജ് ഉത്തർപ്രദേശാണ്, മധുര ഉത്തർപ്രദേശ്, കൗസാംബി ഉത്തർപ്രദേശാണ്, പാടലിപുത്ര ബീഹാർ, അതുപോലെ വൈശാലി ബീഹാർ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ ഡിഡ് ദ ഫാൾ ഓഫ് റോമൻ എംപയർ എഫക്റ്റ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. അതായത് റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ച എങ്ങനെയാണ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ എഫക്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വിദേശ വാണിജ്യത്തിൽ ഇന്ത്യക്ക് എങ്ങനെയാണ് അത് ബാധിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡിക്ലൈൻ ഫോളോയിങ് ദ കൊളാപ്സ് ഓഫ് റോമൻ എംപയർ ബൈ ദ 6th century CE. 6ാം നൂറ്റാണ്ടോടുകൂടി റോമ സാമ്രാജ്യം തകർന്നു. അപ്പോൾ ആ തകർച്ചയോടുകൂടി ഇന്ത്യയുടെ വിദേശ വാണിജ്യ ബന്ധത്തിൽ വലിയൊരു മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, തകർച്ച നേരിട്ടിട്ടുണ്ടായിരുന്നു. അനദർ റീസൺ ഫോർ ദിസ് വാസ് ദ വെസ്റ്റേണേഴ്സ് വാസ് ലേൺ ദ ടെക്നിക്സ് സിൽക്ക് മേക്കിംഗ് ഫ്രം ദ ചൈനീസ്. അതുപോലെ തന്നെ അതിന് മറ്റൊരു റീസണായിട്ട് പറയുന്നത് അതായത് വെസ്റ്റേണേഴ്സ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യർ ചൈനക്കാരുടെ ഇടയിൽ നിന്ന് എന്ത് പഠിച്ചു? ഈ പട്ടു നിർമ്മാണ വിദ്യ പഠിക്കുകയും ചെയ്തു. അതും ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് തകരാനൊരു കാരണമായിട്ടുണ്ട്. ദെൻ ഡിക്ലൈൻ ഓഫ് ഫോറിൻ ട്രേഡ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഇന്റേണൽ ട്രേഡ് ഓൾസോ. അപ്പോൾ എന്താണ് ഫോറിൻ ട്രേഡിൻ്റെ തകർച്ച അത് ആഭ്യന്തര വാണിജ്യത്തെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ്, ദർ വാസ് ഡിപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് ആർട്ടിസൻസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ഫോർ ട്രേഡ് പർപ്പസ്. അതുവരെ ഗ്രാമങ്ങളിൽ നിന്ന് മറ്റൊരു ഗ്രാമങ്ങളിലേക്ക് കച്ചവടത്തിനായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കരകൗശല വിദ്യക്കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങില്ലാതായി. ദെൻ ദേ കൺഫൈൻഡ് ദംസെൽഫ് ടു ദെയർ വില്ലേജ്. അവരെന്താണ് ഗ്രാമങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കാൻ വേണ്ടി തുടങ്ങി. ദിസ് ലെഡ് ടു ദ റൂറലൈസേഷൻ ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. അപ്പം ഇതിലൂടെ എന്ത് സംഭവിച്ചു? ഇത് കലയുടെയും കൈത്തൊഴിലിൻ്റെയും ഗ്രാമവൽക്കരണത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചു. ഓക്കെ, ദ സ്ലംപ് ഇൻ ട്രേഡ്, ദ ജനറൽ ഡിക്ലൈൻ ഇൻ ക്രാഫ്റ്റ്സ് ആൻഡ് റൂറലൈസേഷൻ ലെഡ് ടു ദ ഡീകേ ഓഫ് മെനി മേജർ ടൗൺസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കച്ചവടത്തിൻ്റെ തകർച്ചയും അതുപോലെ കൈത്തൊഴിലുകളുടെയൊക്കെ കുറവൊക്കെ വന്നപ്പോൾ ഈ ഗ്രാമവൽക്കരണമൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് വലിയ വലിയ നഗരങ്ങളൊക്കെ എന്താണ് വലിയ തകർച്ച നേരിട്ടു. ഓക്കെ, തകർന്നു പോയി എന്ന് തന്നെ പറയാം. ഏതൊക്കെയാണ് മേജർ സിറ്റീസ് എന്ന് പറയുന്നുണ്ട്. സിറ്റീസ് ലൈക്ക് കൗസാംബി, ഹസ്തിനപുര, അവിച്ചിത്ര, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി ആൻഡ് മധുര ലോസ് ദെയർ ഗ്ലോറി. അക്കാലത്ത് ഭയങ്കര നല്ല പുരോഗതി ഉണ്ടായ നല്ല രീതിയിൽ നിന്ന നഗരങ്ങളൊക്കെ പിന്നീട് തകർന്നു പോയി. അത് നമ്മൾ പാഠം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 5ാം നൂറ്റാണ്ടിലും 7ാം നൂറ്റാണ്ടിലും ഉണ്ടായ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. നോട്ട്സ് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, സോഷ്യൽ ലൈഫ് ഇൻ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതം നമ്മളോട് ചോദിക്കാമല്ലോ, ഷോർട്ട് നോട്ട് എഴുതാനൊക്കെ ചോദിക്കാം. അപ്പോൾ നോക്കാം. ദ എൻട്രി ഓഫ് ന്യൂ ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ്
and the coming of new peoples led to the formation of number of subdivisions in the society. പുതിയ തൊഴിൽക്കൂട്ടങ്ങളും അതുപോലെ പുതിയ ജനവിഭാഗങ്ങളുടെയൊക്കെ കടന്നുവരവ് സമൂഹത്തിൽ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ടാക്കി. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ എക്സിസ്റ്റിംഗ് വർണ്ണ സിസ്റ്റം ടു അക്കോമഡേറ്റ് ഓൾ ദീസ് ന്യൂ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്. അതായത് ഈ പുതുതായിട്ട് വരുന്ന തൊഴിൽക്കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എന്ത് പറ്റില്ല, നിലവിലുള്ള വർണ്ണ വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? ഇൻ ദിസ് സർക്കംസ്റ്റാൻസസ് ഈച്ച് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ് ബിക്കെയിം ന്യൂ ജാതി ആൻഡ് ഉപജാതി. അപ്പം അങ്ങനെ വന്ന തൊഴിൽക്കൂട്ടങ്ങൾ എന്തായി, ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ പുതിയ ജാതികളും ഉപജാതികളുമായിട്ട് മാറി. ഓക്കെ, ബിസൈഡ് ദ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് പീപ്പിൾ ഹു കെയിം ഫ്രം ഔട്ട്സൈഡ് സബ് കോണ്ടിനെന്റ്, ദ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് നിഷാദാസ് ആൻഡ് ദ ചിൽഡ്രൻ ബോൺ ഓഫ് ഇന്റർ കാസ്റ്റ് മാരേജ് ഓൾസോ ഫോംഡ് ന്യൂ ജാതീസ്. അതുപോലെ തന്നെ വ്യത്യസ്ത തൊഴിൽക്കൂട്ടങ്ങളെ കൂടാതെ അന്യദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. അതുപോലെ വനങ്ങൾ വസിച്ച് അവരെ നിഷാദർ എന്നാ പറയാ. അപ്പോൾ ഇവരൊക്കെ എന്താണ്, പുതിയ പുതിയ ജാതികളിലേക്ക് വരികയാണ്. അതുകൂടാണ്ട് ഇന്റർ കാസ്റ്റിലൂടെ വിവാഹം ചെയ്ത അതായത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിൽ ജനിക്കുന്നവരെല്ലാം എന്താണ്, പുതിയ പുതിയ ജാതികളിൽ ഉണ്ടായി. അപ്പം അങ്ങനെ ജാതി വ്യവസ്ഥ എന്തായി, കംപ്ലീറ്റ് ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് മാറി. There was no change in the position and privileges of the Brahmins and Kshatriyas and Vaishyas in the new complex system that evolved. അതായത് ഇപ്രകാരം ഒരുപാട് ജാതി വ്യവസ്ഥകൾ വന്നാൽ പോലും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർക്ക് സമൂഹം മുന്നേ കൊടുത്തൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അതിന് ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പറയാം, ദ ചൈനീസ് ട്രാവലർ ഹുവാൻ സാങ് ഹു visited in India in the 7th century described Shudras as peasants. അതായത് 7ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ചൈനീസ് സഞ്ചാരിയാണ് ആര്, ഹുയാൻ സാങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം അവർ ശൂദ്രരെ എന്താണ് വിളിച്ചത്, കൃഷിക്കാരെന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ അവിടെ അതായത് ആ സമൂഹത്തിൽ ശൂദ്രരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ്, the Andhyajas who were outside the Chaturvarna system were considered as untouchables. അതുപോലെ തന്നെ സമൂഹത്തിലെ ഒരു വിഭാഗമായിരുന്നു ആര്, അന്ത്യജർ എന്ന് പറഞ്ഞ വിഭാഗം. ഇവരെ തൊട്ടുകൂടാത്തവരായിട്ടാണ് കണക്കാക്കിയത്, അൺടച്ചബിൾസ് ആയിട്ടാണ് കണക്കാക്കിയത്. അക്കോർഡിംഗ്ലി ദ ലോവസ്റ്റ് among the Andhyajas were graveyard keepers called Chandalas and the animal skin tanners called ചർമ്മകാരാസ്. അപ്പോൾ ആ വിഭാഗത്തിൽ അന്ത്യജരിൽ ഏറ്റവും താഴെയായിട്ട് കണക്കാക്കപ്പെടുന്ന വിഭാഗമാണ് ചണ്ടാലർ. ഇവർ ശംശാന പാലകരാണ്. ഓക്കെ, എന്താണ്, ഗ്രേവ്യാർഡ് കീപ്പേഴ്സാണ്. മറ്റേത് ചർമ്മകാരർ എന്ന് പറയും. ഈ മൃഗത്തിൻ്റെ തോലൊക്കെ എന്താ പറയുക, വൃത്തിയാക്കുക, ഉറക്കടിക്കുക എന്ന് പറയും അല്ലേ, ഉറക്കിടുന്ന വിഭാഗങ്ങളായിരുന്നു എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, പൊസിഷൻ ഓഫ് വുമൺ. ഗുപ്ത കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പദവിയാണ് നോക്കുക. ജനറലി വുമൺ ഹാഡ് ലോ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. അപ്പോൾ എന്താണ്, അവിടെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ താഴ്ന്നതായിരുന്നു, വലിയ സ്റ്റാറ്റസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്യൂ ക്യൂൻസ് ലൈക്ക് പ്രഭാവതി ഗുപ്ത ഓഫ് ദ വഗാഡക ഡൈനാസ്റ്റി വർ ഹെൽഡ് ഇൻ ഹൈ എസ്റ്റീം. അതായത് ഇവിടെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് വഗാഡക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലുള്ള ചില രാജ്ഞിമാർ മാത്രം ആദരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താണ്, സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് പൊതുവേ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ താഴ്ന്നതായിരുന്നു. ഓക്കെ, ദെൻ ഓൾ വുമൺ ഫ്രം ക്യൂൻസ് ടു ദ വുമൺ ഓഫ് ദ ലോവസ്റ്റ് സെക്ഷൻ ദ സൊസൈറ്റി വർ എക്സ്പെക്റ്റഡ് ടു ബി സബ്മിസീവ് ടു മെൻ. അതായത് രാജ്ഞി ആയിക്കോട്ടെ അതുപോലെ താഴെ എല്ലാ വിഭാഗം സ്ത്രീകളും എങ്ങനെയാണ്, പുരുഷന്മാർക്ക് വിധേയരായിരിക്കണമെന്ന് ഒരു തീരുമാനം അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഈവൻ ദ അപ്പർ ക്ലാസ് വുമൺ ഡിഡ് നോട്ട് എൻജോയ് ദ ഹൈ പൊസിഷൻ ഓർ കൺസിഡറേഷൻ ഇൻ ദ സൊസൈറ്റി. എത്ര ഉന്നത വിഭാഗത്തിലെ സ്ത്രീകളാണെങ്കിൽ പോലും അവർക്ക് പൊതുവെ എന്താണ്, സമൂഹത്തിൽ ഉയർന്ന പദവിയോ പരിഗണനയോ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ദർ ഈസ് നോ എവിഡൻസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ് റിസീവ്ഡ് ബൈ ഈവൺ എ ബ്രാഹ്മൺ വുമൺ. അതായത് ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും എന്താണ്, ഭൂമിദാനം ചെയ്യപ്പെട്ടതായിട്ട് തെളിവുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സെൻട്രൽ അതോറിറ്റി ആൻഡ് ലോക്കൽ പവർ. അതായത് ഗുപ്ത കാലഘട്ടത്തിലെ രാജാവിൻ്റെ അധികാരത്തെക്കുറിച്ചും അതുപോലെ ഭരണ സംവിധാനവുമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ്, ദ കിങ് വാസ് കൺസിഡേർഡ് ഈക്വൽ ടു ഗോഡ്. അല്ലേ, രാജാവ് ദൈവത്തിന് സമാനമായിരുന്നു, സമാനമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഗുപ്ത കിങ്സ് ഹാഡ് എക്സ്റ്റൻസീവ് പവേഴ്സ് അറ്റ് ദ സെയിം ടൈം ദേ ഹാഡ് സം റെസ്പോൺസിബിലിറ്റീസ് ആസ് വെൽ. അതായത് ഗുപ്ത രാജാക്കന്മാർക്ക് എന്തുണ്ട്, വിപുലമായ അധികാരമുണ്ട്, അതോടൊപ്പം അവർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഉത്തരവാദിത്തങ്ങൾ എന്നാണ് നമ്മൾ താഴെ പറയുന്നത്. പ്രൊട്ടക്ട് ദ പീപ്പിൾസ് ഫ്രം അഗ്രഷൻ, ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക. പ്രൊട്ടക്ട് ബ്രാഹ്മിൻസ്, ശ്രമണാസ്. അതായത് ശ്രമണാസ് പറയുന്നത് ബുദ്ധിസ്റ്റും ജെയിൻ മോങ്സ് ആണ് അല്ലെ, ബുദ്ധജൈന വിഭാഗങ്ങളെ. അതുപോലെ തന്നെ വീക്കർ സെക്ഷൻസ്, അബലരെയും പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നിർവഹണം. ഇതാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ. അതുപോലെ അവർക്ക് അധികാരങ്ങളുണ്ടായിരുന്നു. രാജാവിനെ ദൈവതുല്യനായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ ഗുപ്ത കാലഘട്ടത്തിലെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറാണ്, കലയും സാഹിത്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. നോക്കുക, ആർട്ട് ആൻഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ആർട്ട് ആൻഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ കലയും സംസ്കൃത സാഹിത്യവും വളർന്നു വന്നു എന്ന് പറയുന്നു. ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ എക്സൽഡ്. അതെ, കലാരംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചത് വാസ്തുശില്പവിദ്യയായിരുന്നു, അല്ലെങ്കിൽ എന്താണ്, ആർക്കിടെക്ചറാണ് അല്ലേ. മെനി ടെമ്പിൾസ് വെർ കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് ദ പീരീഡ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രക്ചറൽ ടെമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയത് കാണാം. നോക്കുക എന്തൊക്കെയായിരുന്നു അത്. ഫസ്റ്റ് വൺ ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് യൂസിങ് സ്റ്റോൺ ആൻഡ് ബ്രിക്സും. നെക്സ്റ്റ് സ്കൾപ്ചേഴ്സ്, അതായത് കല്ലും ഇഷ്ടിയും കൊണ്ട് ഉപയോഗിച്ച ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ കൊത്തുപണികളും. ഓക്കെ, ഇതാണ് രണ്ട് തരത്തിൽ അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങൾ താഴെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, ഞാനത് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളെ സ്ഥലങ്ങളൊന്നും ഓർത്ത് വെക്കാം കേട്ടോ. ഓരോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, സം ഓഫ് ദ വേൾഡ് ഫേമസ് പെയിൻറ്റിങ്സ് ഓഫ് അജന്ത കേവ്സ് മഹാരാഷ്ട്ര ബിലോങ് ടു ദ ഗുപ്ത പീരീഡ്. അപ്പോൾ നമ്മൾ ലോകപ്രശസ്തമായ അജന്തയിലെ ഗുഹാചിത്രങ്ങളൊക്കെ എന്താണ്, ഗുപ്ത കാലഘട്ടത്തിൽ തയ്യാറാക്കപ്പെട്ടവയാണെന്ന് പറയുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. ദെൻ ദിസ് പെയിൻറ്റിങ്സ് ഡിപിക്റ്റ് റോയൽ ലൈഫ്, റോയൽ കോർട്ട്, സെലസ്ട്രിയൽ ബീയിങ്സ്. അല്ലേ, ഈ പെയിൻറ്റിങ്സിൽ എന്തൊക്കെ ഉണ്ടായേ, രാജകീയ ജീവിതവും രാജസദസ്സും അതിമാനുഷിക ജീവികളൊക്കെയാണ് ഇതിലത്തെ ചിത്രീകരണ വിഷയമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ സീൻസ് ഫ്രം ദ രാമായണ ആൻഡ് ദ മഹാഭാരത ഓൾസോ ബിക്കെയിം ദ തീം ഓഫ് ദീസ് പെയിൻറ്റിങ്സ്. ഈ ചിത്രങ്ങളുടെ ഇതിവൃത്തമായിട്ട് ഓരോ രാമായണ മഹാഭാരത രംഗങ്ങളൊക്കെ ഇതിവൃത്തമായിട്ട് വന്നിട്ടുണ്ടെന്ന് കൂടി പറയുന്നു. ഓക്കെ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ റിസീവ്ഡ് റോയൽ പാട്രണേജ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. അതുപോലെ നമ്മൾ സംസ്കൃത സാഹിത്യവും കലയും, സംസ്കൃത സാഹിത്യമായിരുന്നു ഗുപ്ത കാലഘട്ടത്തിൽ ഏറ്റവും പുരോഗതി പ്രാപിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഗുപ്തഭരണ കാലഘട്ടത്തിൽ സംസ്കൃത സാഹിത്യത്തെ എന്താണ്, രാജകീയ പ്രോത്സാഹനമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സാൻസ്ക്രിറ്റ് വാസ് ദ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതുപോലെ സംസ്കൃതം എന്തായിരുന്നു, ഭരണഭാഷയായിരുന്നു. ദെൻ ഈവൻ ദ ബുദ്ധിസ്റ്റ് ഹു ഹാഡ് ബീൻ യൂസിങ് കോമൺ ലാംഗ്വേജ് ലൈക്ക് പാലി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ സാൻസ്ക്രിറ്റ്. അതായത് അവരുടെ ഭാഷയാണ്, ബുദ്ധരുടെ ഭാഷയായ പാലിയിൽ എഴുതുന്നവർ പോലും, ബുദ്ധമതക്കാർ പോലും എന്താണ്, സംസ്കൃതത്തിൽ രചനകൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, then the Ramayanas, the Mahabharata and the most of the Puranas were codified in written language and converted in the present textual from during this period. അപ്പം അതുപോലെ രാമായണവും മഹാഭാരതവും ഉള്ള മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തിയത് ഏത് കാലഘട്ടത്തിലാണ്, ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ്. സംസ്കൃതത്തിന് വളരെ ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്ന ആ കാലഘട്ടത്തിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുന്നത്, അപ്പോൾ ഇനി നമുക്ക് ആ കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളുടെ പേര്. ഓക്കെ, ഏതൊക്കെയായിരുന്നു, അഭിജ്ഞാന ശാകുന്തള, കുമാരസംഭവ, ദെൻ മൃച്ഛകടിക, സ്വപ്നവാസവദത്ത, ദെൻ ത്രികാന്തി, അമരകോശ. അപ്പോൾ അതിൻ്റെ ഓതേഴ്സിൻ്റെ പേര് അവിടെയുണ്ട്. അതുപോലെ തന്നെ അത് ഏത് വിഭാഗത്തിലെ ഏത് ജെൻഡറാണെന്നുള്ളതും കൂടി അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് നല്ലപോലെ പഠിച്ചു വെക്കണം. നമുക്ക് വൺ വേർഡായിട്ടോ ഇല്ലെങ്കിൽ വല്ല മാച്ചത്തെ ഫോളോയിങ് ഒക്കെ വരുമ്പോൾ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഇതും ഒഴിവാക്കരുത്, പഠിക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു ഭാഗമാണ് ദ സാൻസ്ക്രിറ്റ് ഡ്രാമാസ് ആർ വേൾഡ് റിനൗണ്ട്. സംസ്കൃത നാടകങ്ങൾ ലോകപ്രസിദ്ധമാണ്. ആൻഡ് when they were staged only, the so-called upper caste male characters spoke in Sanskrit. അപ്പോൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഉന്നത ജാതിയിൽപ്പെട്ട പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃതം സംസാരിക്കാൻ പാടുള്ളൂ. വുമൺ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ക്യൂൻ ആൻഡ് ദ മെയിൽ ക്യാരക്ടേഴ്സ് ബിലോങ് ടു ദ കാസ്റ്റ് കൺസിഡേർഡ് ലോവർ യൂസ്ഡ് ഓൺലി പ്രാകൃത ലാംഗ്വേജ്. അതായത് രാജ്ഞിയടക്കമുള്ള സ്ത്രീകളും താഴ്ന്നതായി കണക്കാക്കപ്പെട്ട ജാതികളിലെ പുരുഷന്മാരും എന്ത് ചെയ്യണം, പുരുഷ കഥാപാത്രങ്ങൾ എന്തൊക്കെ, പ്രാകൃത ഭാഷ മാത്രം സംസാരിക്കാൻ പാടുള്ളൂ. പ്രാകൃത ഭാഷയായിരുന്നു പറയേണ്ടിരുന്നത്. ഓക്കെ, ദ 6 systems ഓഫ് ഫിലോസഫി. അപ്പോൾ ഇവിടെ ദ 6 systems ഓഫ് ഫിലോസഫി വിച്ച് ലൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ട് ഓൾസോ വർ ഫോർമുലേറ്റഡ് ഡ്യൂറിങ് ദ പീരീഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമിട്ട ചില ദർശനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് മലയാളത്തിൽ നമ്മുടെ ഷഡ് ദർശനങ്ങൾ എന്നും 6 systems ഓഫ് ഫിലോസഫി, ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിലോസഫി ദർശനം എന്താണെന്നും എൻ്റെ എക്സ്പോണൻ്റ് ആരൊക്കെയാണ് എൻ്റെ വക്താക്കളെന്നും പറയുന്നുണ്ട്. നോക്കാം, സാങ്ക്യ, കപിലൻ, യോഗ, പതഞ്ജലി, ന്യായ, ഗൗതമ, ദെൻ വൈശേഷിക, കനാദ, വേദാന്ത, ബാദരായണ ആൻഡ് മീമാംസ, ജൈമിനി. ഓക്കെ, ഈ പേരുകളും അതിൻ്റെ എക്സ്പ്ലനൻസും നമ്മൾ പഠിച്ചു വെക്കുക. നമുക്ക് മാച്ച് ദ ഫോളോയിങ്, അതുപോലെ വൺ വേർഡ് ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയ പേരൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
നെക്സ്റ്റ് സയൻസ് ആണ്, ശാസ്ത്രം. അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിൽ ശാസ്ത്ര രംഗത്തെ പുരോഗതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നോക്കുക. ബുക്സ് ഓൺ സയൻസ് ഓൾസോ വർ റിട്ടൺ ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിൽ ഒരുപാട് ശാസ്ത്ര ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നു. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ വർക്ക്സ് വർ ആസ്ട്രോണമി, മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രവും അതുപോലെ ഗണിതവും അതുപോലെ വൈദ്യശാസ്ത്രവുമായിരുന്നു. Okay, then notable works of the period were Brihat Samhita of Varahamihiര, ആര്യഭട്ടീയ ഓഫ് ആര്യഭട്ട ആൻഡ് അമരഘോഷ ഓഫ് അമരസിംഹ. അതായത് വരാഹമിഹിരൻ്റെ ബൃഹത്സംഹിത, അതുപോലെ ആര്യഭട്ടൻ്റെ ആര്യഭട്ടീയം, അമരസിംഹൻ്റെ അമരഘോഷം ഇക്കാലത്ത് രചിക്കപ്പെട്ട പ്രധാന ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ എക്കണോമിക് ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ സ്പ്രെഡ് ഓഫ് ദി ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ടു സൗത്ത് ഇന്ത്യ. അതായത് ദക്ഷിണേന്ത്യയിലേക്കുള്ള ഭൂമിദാനത്തിൻ്റെ വ്യാപനം ഇവിടുത്തെ സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ദ പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ് സ്പ്രെഡ് ടു സൗത്ത് ഇന്ത്യ ബൈ ദ 6th century CE. അതായത് 6ാം നൂറ്റാണ്ടോടു കൂടിയാണ് ഈ ഭൂമിദാനം എന്നുള്ള ഈ രീതി എങ്ങോട്ട് വരുന്നത്, ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, this was due to the migration of Brahmins ഫ്രം നോർത്ത് ഇന്ത്യ ടു സൗത്ത് ഇന്ത്യ. അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്കുള്ള ബ്രാഹ്മണരുടെ കുടിയേറ്റാണ് ഇതിനൊരു കാരണമായിട്ടുള്ളത്. ഓക്കെ, ദെൻ ദ പല്ലവാസ് ആൻഡ് ദ പാണ്ഡ്യാസ് വർ ദ ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ ഇവിടെ സൗത്ത് ഇന്ത്യയിലെ പ്രധാന രാജവംശം എന്ന് പറയുന്നത് പല്ലവരും പാണ്ഡ്യരുമായിരുന്നു. ഓക്കെ, ദേ ഗ്രാൻഡഡ് ലാൻഡ്സ് ടു ബ്രാഹ്മിൻസ് ആൻഡ് ടെമ്പിൾസ്. അവർ ആർക്കൊക്കെയാണ് ഭൂമിദാനം ചെയ്ത്, ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കുമായിരുന്നു. ഓക്കെ, ദ ബ്രാഹ്മിൻസ് അറ്റൈൻഡ് ഹൈ സ്റ്റാറ്റസ് ഇൻ ദ സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് എക്കണോമി. അതുകൊണ്ട് ഈ ഭൂമിദാനം കിട്ടുന്നതുകൊണ്ട് തന്നെ ബ്രാഹ്മണർ എന്താണ്, അവിടെ സമൂഹത്തിലെ ഉയർന്ന സ്ഥാനം അവരലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഗ്രാൻഡിങ് ഓഫ് ലാൻഡ് ടു ദ ബ്രാഹ്മിൻസ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദിസ് ഏരിയ. അപ്പം ബ്രാഹ്മണർക്ക് കൃഷിയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ അറിവുണ്ട്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഭൂമിദാനം എന്തിനു ഗുണം ചെയ്തു, കൃഷിയുടെ പുരോഗതിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കിങ്സ് ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് എൻകറേജ്ഡ് അഗ്രികൾച്ചർ ബൈ ബിൽഡിംഗ് റിസർവോയേഴ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറിഗേഷൻ. ഓക്കെ, അപ്പം അവിടുത്തെ രാജാക്കന്മാരും ഭരണകൂടങ്ങളും എന്ത് ചെയ്തു, ജലസംഭരണികൾ നിർമ്മിച്ചിട്ടും അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. മെറിടൈം ട്രേഡ് ഫ്ലറിഷ്ഡ് അലോങ് വിത്ത് ഇൻറ്റേർണൽ ട്രേഡ്. അതായത് ആഭ്യന്തര വ്യാപാരത്തോടൊപ്പം തന്നെ സമുദ്ര വ്യാപാരവും എന്ത് ചെയ്തു, വളർന്നു. ഓക്കെ, ദെൻ മഹാബലിപുരം വാസ് എ ബിസി പോർട്ട് അണ്ടർ ദ പല്ലവാസ്. നാഗപട്ടണം വാസ് അനദർ പോർട്ട് ഓഫ് ട്രേഡ്. അതായത് മഹാബലിപുരം ആയിരുന്നു പല്ലവരുടെ ഏറ്റവും തിരക്കേറിയ തുറമുഖം. അതുപോലെ മറ്റൊരു തുറമുഖത്തിൻ്റെ പേരാണ് നാഗപട്ടണം. ഓക്കെ, ദെൻ മെർച്ചന്റ് ഗിൽഡ്സ് വാസ് ദ ഫീച്ചർ ഓഫ് ദ പാണ്ഡ്യാസ് ട്രേഡ്. അതായത് പാണ്ഡ്യരാജ്യത്തെ വ്യാപാരത്തിൻ്റെ സവിശേഷതയിൽ എടുത്തു പറയാനുള്ള മറ്റൊന്ന് വാണിക സമൂഹങ്ങളായിരുന്നു. ഓക്കെ, നമ്മൾ ശ്രേണീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെ. ദ മെർച്ചന്റ് ഗിൽഡ്സ് വിച്ച് വർ നോൺ ആസ് ശ്രേണീസ് ഇൻ നോർത്ത് ഇന്ത്യ came to be called as വാണികാസ് കമ്മ്യൂണിറ്റീസ് ഇൻ സൗത്ത് ഇന്ത്യ. അതായത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ശ്രേണീസ് എന്ന് പറഞ്ഞ വിഭാഗം തന്നെയാണ് ഇവിടെ എന്താണ് വാണിക സമൂഹങ്ങൾ എന്നല്ലെങ്കിൽ വാണിക കമ്മ്യൂണിറ്റീസ് എന്ന പേരിൽ ഇവിടെ അറിയപ്പെടുന്നത്. ഓക്കെ, പെപ്പർ, സാൻഡൽ, ഗോൾഡ് ആൻഡ് പേൾസ് വേർ ദ ചീഫ് ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ഫ്രം ദ പാണ്ഡ്യൻ കിങ്ഡം. അപ്പം കുരുമുളകും ചന്ദനം, സ്വർണം, മുത്ത് തുടങ്ങിയവയാണ് പാണ്ഡ്യരുടെ സ്ഥലങ്ങളിൽ നിന്ന് പ്രധാന കയറ്റുമതിയായിട്ട് ഉണ്ടായിരുന്നത്. ദെൻ the Pandyas traded with Roman, Greek, Chinese and Arab merchants through the ports Korkai, കായൽപട്ടണം ആൻഡ് പെരിയപട്ടണം. അതുപോലെ കോർക്കൈ, കായൽപട്ടണം, പെരിയപട്ടണം തുടങ്ങിയ തുറമുഖങ്ങൾ വഴി റോം, ഗ്രീക്ക്, ചൈനീസ് അറബി വ്യാപാരികളുമായിട്ട് പാണ്ഡ്യർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കച്ചവടങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് എ വെറൈറ്റി ഓഫ് ക്രാഫ്റ്റ്സ് ബിക്കെയിം ദ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ പല്ലവാസ് ആൻഡ് പാണ്ഡ്യ കിങ്ഡംസ്. അപ്പോൾ അവർ പാണ്ഡ്യരുടെയും പല്ലവരുടെയും പ്രധാന നികുതി മാർഗം എന്ന് പറയുന്നത് എന്താണ്, നോക്കുക, എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറാണ്. അതായത് കൃഷിയുടെ വ്യാപനം, അതുപോലെ തന്നെ വ്യാപാരത്തിൻ്റെ വളർച്ചയും അതുപോലെ വ്യത്യസ്ത തൊഴിലൊക്കെ ഇവർക്ക് എന്താണ് ഈ വരുമാന മാർഗമായിരുന്നു, നികുതി മാർഗങ്ങളായിരുന്നു. ഓക്കെ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ. അതായത് ദക്ഷിണേന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ പറ്റിയാണ് നമ്മളിനി നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, the Pallavas
പല്ലവ പാണ്ഡ്യ സൊസൈറ്റീസ് വർ ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് സിസ്റ്റം. അതായത് പല്ലവ പാണ്ഡ്യ പ്രദേശങ്ങളിലെ സമൂഹം എന്തിലാണ്? ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. ഓക്കെ, ദ ബ്രാഹ്മിൻസ് ഹു റിസീവ്ഡ് ലാർജ് എക്സ്റ്റെൻസ് ഓഫ് ലാൻഡ് ആസ് ബ്രഹ്മദയ വർ വെൽത്തി ആൻഡ് ദേ ഹാഡ് എ ഡൊമിനൻറ്റ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. അതായത് ബ്രാഹ്മണർക്ക് ബ്രഹ്മദയങ്ങൾ എന്ന പേരിൽ ഒരുപാട് ഭൂമി ദാനമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണർ ആരായിരുന്നു? സമ്പന്നരായിരുന്നു, സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളൊക്കെ വഹിച്ച ആൾക്കാരായിരുന്നു. ഓക്കെ, ദോസ് ഹു വർ കൺസിഡേർഡ് ആസ് ലോ കാസ്റ്റ് സഫേർഡ് മെനി ഹാർഡ്ഷിപ്സ്. അപ്പോൾ താഴ്ന്ന ജാതി ഇല്ലെങ്കിൽ കീഴ്ജാതിയായിട്ട് കണക്കാക്കപ്പെട്ടവർ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ദർ വർ ഓൾസോ സെക്ഷൻസ് ഔട്ട്സൈഡ് ദ വർണ്ണ സിസ്റ്റം. പിന്നെ അതായത് വർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തും ഒരുപാട് വിഭാഗങ്ങളുണ്ടായിരുന്നു. ദെൻ ദർ വാസ് വില്ലേജ് ഓട്ടോണമി ഇൻ ദ പല്ലവ ആൻഡ് പാണ്ഡ്യ കിങ്ഡംസ്. അപ്പം പല്ലവ പാണ്ഡ്യ ദേശങ്ങളിൽ ഗ്രാമ സ്വയംഭരണം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു. ദെൻ വില്ലേജ് കോഡ്സ് ഓൾസോ എക്സിസ്റ്റഡ്. എഡ്യൂക്കേഷൻ, ജസ്റ്റിസ് എക്സെട്ര വർ അഡ്മിനിസ്ട്രേറ്റഡ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് വർ ഡിസ്കസ്ഡ് ആൻഡ് സെറ്റിൽഡ് ത്രൂ കളക്റ്റീവ് ഒപ്പീനിയൻ. പിന്നെ ഇവിടെ നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് അവിടുത്തെ വിദ്യാഭ്യാസം, നീതിന്യായം ഇതൊക്കെ നടപ്പിലാക്കുകയും ഒരുമിച്ച് കൂടിയിട്ട് ചർച്ചകളൊക്കെ ചെയ്തിട്ട് തർക്കങ്ങളൊക്കെ തീർപ്പാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ കിങ്സ് ഡിഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ സച്ച് മാറ്റേഴ്സ്. അപ്പോൾ ഇവയിലൊന്നും ആരും ഇടപെടില്ല? രാജാവ് ഇടപെടില്ലായിരുന്നു. ആൻഡ് ഓൾസോ നെയ്തർ ഡിഡ് ദേ ഇൻ്റർഫിയർ ഇൻ ദ കസ്റ്റംസ്, പ്രാക്ടീസ് ഓഫ് വേർഷിപ്പ് ഓർ കാസ്റ്റ് റൂൾസ്. അതായത് അവിടുത്തെ ആചാരങ്ങളിലോ ആരാധനാക്രമങ്ങളിലോ ജാതി നിയമങ്ങളിലോ ഇവയിലൊന്നും ആരും കൈകടത്തില്ല? രാജാവ് കൈകടത്തിയിരുന്നില്ല. ഓക്കെ, ജൈനിസം ആൻഡ് ബുദ്ധിസം ഡിക്ലൈൻഡ് വിത്ത് ദ ഇൻക്രീസ്ഡ് പവർ ഓഫ് ദി ബ്രാഹ്മിൻസ്. അപ്പോൾ പല്ലവരുടെ കാലഘട്ടത്തിന് മുമ്പ് വരെ ദക്ഷിണേന്ത്യയിൽ എന്തുണ്ടായിരുന്നു? ജൈനമതവും ബുദ്ധമതവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ബ്രാഹ്മണരുടെ ആധിപത്യം കൂടിയതോടുകൂടി ജൈനമതവും ബുദ്ധമതവും ക്ഷയിച്ചു പോയി. ഓക്കെ, ബോത്ത് പല്ലവാസ് ആൻഡ് പാണ്ഡ്യാസ് ബിൽഡ് ശൈവ വൈഷ്ണവ ടെമ്പിൾസ് ആൻഡ് എൻകറേജ് ദ ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഈ പല്ലവരും അതുപോലെ പാണ്ഡ്യരും ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ഭക്തി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ എടുത്ത് നമുക്ക് പറയേണ്ട ഒരു പോയിന്റാണ് ടെമ്പിൾസ് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ക്ഷേത്രങ്ങൾ അക്കാലത്തെ ജനജീവിതങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുക, ടെമ്പിൾസ് ഓഫ് സൗത്ത് ഇന്ത്യ ഹാഡ് എ കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. ആൻഡ് നെക്സ്റ്റ്, ടെമ്പിൾസ് വർ ദ ചീഫ് വർക്ക്സ് ഓഫ് ആർട്ട് അറ്റ് ദാറ്റ് പീരീഡ്. അപ്പോൾ ആ ക്ഷേത്രങ്ങൾ അക്കാലത്തെ പ്രധാന കലാനിർമ്മിതികളൊന്നായിരുന്നു. ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾസ് ഓഫ് ദ പീരീഡ് ആർ സിറ്റുവേറ്റഡ് ഇൻ കാഞ്ചിപുര, മഹാബലിപുര ആൻഡ് മധുരൈ. അപ്പോൾ അവിടെ എടുത്തു പറയേണ്ട അതായത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കാഞ്ചിപുര, മഹാബലിപുരം, മധുര എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളാണ്. ദെൻ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾസ് കൺസ്ട്രക്ഷൻ നോൺ ആസ് ദ്രാവിഡിയൻ സ്റ്റൈൽ ഇവോൾവ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പല്ലവാസ്. അപ്പം അക്കാലത്ത് ഒരു ശൈലിയാണ് പറയുന്നത് ദ്രാവിഡ ശൈലി. അത് ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ദ്രാവിഡ ശൈലി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര നിർമ്മിത നിർമ്മിക്കുന്ന ശൈലിനെയാണ് പറയുന്നത്. ആരുടെ കാലഘട്ടത്തിലാണ്? പല്ലവരുടെ കാലഘട്ടത്തിലാണ്. ദെൻ ഗ്രാജുവലി ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഡെവലപ്ഡ് ത്രൂ 3 phases. പിന്നീട് കാലക്രമേണ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം 3 ഘട്ടങ്ങളിലായിട്ട് വികാസം പ്രാപിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കി അവിടെ ചെറിയൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ഉണ്ട്. റോക്ക് ടെമ്പിൾസ്, പാറ വെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ. ദെൻ മോണോലിത്തിക് ചാരിറ്റ് ടെമ്പിൾസ്, ഒറ്റക്കല്ല് തീർത്ത രഥക്ഷേത്രങ്ങൾ. ദെൻ സ്ട്രക്ചർ ടെമ്പിൾസ്, ഘടനാ ക്ഷേത്രങ്ങൾ. ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വേഗത്തിലാണ് പറഞ്ഞു വന്നത്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ക്ലാസ് കണ്ടിട്ടാകുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പാഠം ലാസ്റ്റ് 5th ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസം തന്നെ അതിൻ്റെ ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യും. സമയം കിട്ടുന്നത് പോലെ നമ്മൾ എല്ലാ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ബൈ.